നമസ്കാരം. ജ്യോതിഷലോകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മകയിരം നക്ഷത്രക്കാരെക്കുറിച്ചാണ്. മാൻപേടയുടെ കണ്ണുകളുള്ളവർ, എപ്പോഴും എന്തോ ഒന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർ. ഒരുപാട് കാലമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ കാത്തിരുന്ന ആ വലിയ മാറ്റം എന്നാണ് വരുന്നത് എന്ന്. ഈ 2026 എന്ന വർഷം അതിനുള്ള ഉത്തരമാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതെ എന്ന് തന്നെയാണ് എനിക്ക് വളരെ സന്തോഷത്തോടെ നിങ്ങളോട് പറയാനുള്ളത്. മകയിരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് വളരെ ശാന്തമായ, എപ്പോഴും സ്നേഹം മാത്രം ആഗ്രഹിക്കുന്ന ഒരു പ്രകൃതമാണ്. മൃഗശീർഷം എന്നാണ് ഈ നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ പേര്. ചൊവ്വയാണ് നിങ്ങളുടെ നക്ഷത്രനാഥനെങ്കിലും ഒരു മാൻപേടയെപ്പോലെ വളരെ ലോലമായ ഒരു മനസ്സിനുടമകളാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഹൃദയമാണ് നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെട്ടതും വേദനിച്ചതും നിങ്ങളായിരിക്കും. വളരെ സ്നേഹിച്ചവർ തന്നെ നിങ്ങളെ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ നെഞ്ചുവേദന, അത് നിങ്ങൾ ആരോടും പറയാറില്ല. എല്ലാം സ്വന്തം ഉള്ളിലൊതുക്കി പുറമെ എല്ലാവരെയും ചിരിച്ചു കാണിച്ചു നടക്കുന്നവരാണ് മകയിരം നക്ഷത്രക്കാർ. സ്വന്തം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും ഓടിയെത്തുന്ന നിങ്ങൾക്ക് ഈ പുതുവർഷം കാലം കാത്തുവെച്ച വലിയൊരു സമ്മാനമാണ് നൽകാൻ പോകുന്നത്. നിങ്ങളുടെ തൊഴിൽ മേഖലയെക്കുറിച്ച് ആദ്യം തന്നെ പറയാം. ഒരു കാര്യത്തിലും ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിങ്ങൾ അനുഭവിച്ചിരുന്നത്. എന്ത് ജോലി ചെയ്താലും അതിലൊന്നും ഒരു പൂർണ്ണ സംതൃപ്തി നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. എപ്പോഴും ഇതിലും നല്ലത് മറ്റെന്തോ എന്നെ എവിടെയോ കാത്തിരിപ്പുണ്ട് എന്ന തോന്നലിൽ നിങ്ങൾ ഓരോ ജോലികളായി മാറ്റിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ വർഷം നിങ്ങളുടെ ഈ വലിയ അന്വേഷണങ്ങൾക്ക് ഒരു വിരാമമിടാൻ പോകുകയാണ്. നിങ്ങൾക്ക് പൂർണ്ണമായും സംതൃപ്തി നൽകുന്ന, നിങ്ങളുടെ കഴിവുകളെ കൃത്യമായി തിരിച്ചറിയുന്ന ഒരു തൊഴിൽ മേഖലയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ലൊരു ജോലി ഈ വർഷം ലഭിക്കും. ഇനി ജോലി ഉള്ളവർക്കാണെങ്കിൽ നാളുകളായി കാത്തിരുന്ന സ്ഥാനക്കയറ്റമോ നിങ്ങൾ അർഹിക്കുന്ന വലിയൊരു ശമ്പള വർധനവോ ഈ വർഷം തീർച്ചയായും നിങ്ങളെ തേടിയെത്തും. മറുനാട്ടിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള എല്ലാ തടസ്സങ്ങളും വഴിമാറും. സ്വന്തമായി കച്ചവടം അല്ലെങ്കിൽ വ്യാപാരം ചെയ്യുന്ന മകയിരം നക്ഷത്രക്കാർക്ക് ഇത് വലിയ ലാഭത്തിൻ്റെ വർഷമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി ഈ വർഷം അത് തുടങ്ങാം. നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ വളരെ വ്യക്തമായി അവതരിപ്പിക്കാനും അതിലൂടെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളെ നിരന്തരം ബുദ്ധിമുട്ടിച്ചിരുന്ന ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ പരാജയപ്പെടുന്ന കാഴ്ചയും ഈ വർഷം നിങ്ങൾക്ക് കാണാം. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ പലപ്പോഴും പണം ഒട്ടും കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നത്. വരുന്നത് പോലെ തന്നെ അതെല്ലാം പല വഴിക്കായി ചിലവായി പോകും. ആർക്കെങ്കിലുമൊക്കെ കടം കൊടുത്താൽ അത് തിരിച്ചു ചോദിക്കാൻ നിങ്ങൾക്ക് വലിയ മടിയാണ്. നിങ്ങളുടെ ഈ സ്വഭാവം മുതലെടുത്ത് പലരും നിങ്ങളെ പറ്റിച്ചു പണം കൊണ്ടുപോയിട്ടുണ്ടാകും. എന്നാൽ 2026 മുതൽ നിങ്ങളുടെ സാമ്പത്തിക നില വളരെ ഭദ്രമാകാൻ പോകുകയാണ്. അനാവശ്യമായ ചിലവുകൾ പൂർണ്ണമായും കുറയും. നിങ്ങൾക്ക് വന്നു ചേരേണ്ട, എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവർ തടഞ്ഞു വെച്ചിരുന്ന പണം നിങ്ങളുടെ കൈകളിൽ അത്ഭുതകരമായി വന്നെത്തും. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കുന്ന മകയിരം നക്ഷത്രക്കാർക്ക് ഈ വർഷം അതിനുള്ള തറക്കല്ലിടാൻ സാധിക്കും. വാടക വീടുകളിൽ നിന്ന് മാറി സ്വന്തമായി ഒരു ഭവനം എന്ന നിങ്ങളുടെ വലിയ സ്വപ്നം പൂവണിയാൻ പോകുകയാണ്. പുതിയ വാഹനം വാങ്ങാനും ഭൂമിയിൽ നിക്ഷേപം നടത്താനും വളരെ അനുകൂലമായ സമയമാണിത്. വലിയ കടബാധ്യതകൾ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് അതിൽ നിന്നൊക്കെ പടിപടിയായി കരകയറാൻ സാധിക്കുന്ന ഒരു വലിയ സാമ്പത്തിക ഭദ്രത ഈ വർഷം വന്നു ചേരും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനും കുടുംബത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാനും ഈ വർഷം നിങ്ങൾക്ക് കഴിയും. ഇനി നിങ്ങളുടെ കുടുംബജീവിതവും സ്നേഹബന്ധങ്ങളും എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. മകയിരം നക്ഷത്രക്കാർ എപ്പോഴും വളരെ ആത്മാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ആ ആഴത്തിലുള്ള സ്നേഹം പൂർണ്ണമായി മനസ്സിലാക്കാൻ ജീവിത പങ്കാളിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. വിവാഹ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത് മടുത്തവരായിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗം പേരും. സ്വന്തം ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് ഭർത്താവിനോ ഭാര്യയ്ക്കോ വേണ്ടി ജീവിച്ചിട്ടും കുറ്റപ്പെടുത്തലുകൾ മാത്രം കേൾക്കേണ്ടി വന്നവർ. ഈ വർഷം നിങ്ങളുടെ ആ കുടുംബ ബന്ധങ്ങളിൽ വളരെ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. പരസ്പരം മനസ്സിലാക്കാനും പഴയ പിണക്കങ്ങളെല്ലാം മറന്ന് ഒരുമിച്ച് വലിയ സ്നേഹത്തോടെ മുന്നോട്ടു പോകാനും നിങ്ങൾക്ക് സാധിക്കും. വിവാഹം വൈകുന്നവർക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു ജീവിത പങ്കാളിയെ തന്നെ ഈ വർഷം ലഭിക്കും. നിങ്ങളുടെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ,
നിങ്ങളുടെ വിഷമങ്ങളിൽ ഒരു താങ്ങായി നിൽക്കാൻ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. കുട്ടികളില്ലാതെ ഒരുപാട് നാളായി വിഷമിക്കുന്ന ദമ്പതികൾക്ക് വളരെ സന്തോഷം നൽകുന്ന വാർത്തകൾ ഈ വർഷം കേൾക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും വലിയ ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല കാലഘട്ടമാണിത്. ആരോഗ്യപരമായി നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച വലിയ മാനസിക സമ്മർദ്ദങ്ങളെല്ലാം ഈ വർഷം പൂർണ്ണമായും അവസാനിക്കും. അമിതമായ ചിന്തകൾ കാരണം രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു പ്രകൃതം മകയിരം നക്ഷത്രക്കാർക്കുണ്ട്. നാളെയെക്കുറിച്ചുള്ള വലിയ ആധി എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. എന്നാൽ ഈ വർഷം നിങ്ങൾക്ക് വലിയൊരു സമാധാനം ലഭിക്കാൻ പോകുകയാണ്. മനസ്സിന് വലിയ ശാന്തത കൈവരും. അനാവശ്യമായ ഭയങ്ങളെല്ലാം നിങ്ങളെ എന്നേക്കുമായി വിട്ടുമാറും. എങ്കിലും ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോഴും സ്വന്തമായി വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ചെറിയൊരു ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. കൃത്യസമയത്ത് ആഹാരം കഴിക്കാനും നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളോ തൊണ്ടയുമായി ബന്ധപ്പെട്ട ചെറിയ ബുദ്ധിമുട്ടുകളോ വന്നാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടാൻ മടിക്കരുത്. നിങ്ങളുടെ ആരോഗ്യം നന്നായിരുന്നാൽ മാത്രമേ നിങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്ന് എപ്പോഴും ഓർക്കുക. മാനസിക ഉല്ലാസത്തിന് വേണ്ടി കുടുംബത്തോടൊപ്പം ചെറിയ യാത്രകൾ പോകുന്നതും ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുന്നതും നിങ്ങളുടെ ആരോഗ്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും. മകയിരം നക്ഷത്രക്കാർ ചൊവ്വയുടെ നക്ഷത്രമായതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. എല്ലാ ചൊവ്വാഴ്ചകളിലും വ്രതമനുഷ്ഠിക്കുന്നതും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കും. അതുപോലെ നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ മൃഗം സർപ്പമാണ്. അതുകൊണ്ട് തന്നെ നാഗങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുന്നതും സർപ്പക്കാവുകളിൽ പോയി വിളക്ക് വയ്ക്കുന്നതും നിങ്ങൾക്ക് വലിയ ഐശ്വര്യം നൽകുന്ന കാര്യമാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുണ്യമായി മാറും. പ്രകൃതിയോടും മൃഗങ്ങളോടും വളരെ സ്നേഹം കാണിക്കുന്നവരാണ് നിങ്ങൾ. പക്ഷികൾക്ക് ധാന്യങ്ങളും മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളവും കൊടുക്കുന്നത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. ഇത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജീവിതത്തിലെ മറ്റു പ്രതിസന്ധികളും മാറ്റാൻ സഹായിക്കുന്ന ഏറ്റവും ലളിതമായ എന്നാൽ ഏറ്റവും ശക്തിയുള്ള ഒരു വഴിയാണ്. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എന്തിനാണ് ഈ ലോകത്ത് എല്ലാവരും എന്നെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന്. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരും കാണില്ല. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ അത് വലിയ കാര്യമായി എല്ലാവരും സംസാരിക്കും. ഈ ഒരു അവസ്ഥ നിങ്ങളെ മാനസികമായി വല്ലാതെ തളർത്തിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ എവിടെയെങ്കിലും ദൂരേക്ക് ആരും കാണാതെ ഓടിപ്പോയാലോ എന്ന് പോലും നിങ്ങൾ സങ്കടം സഹിക്കാൻ കഴിയാതെ ചിന്തിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ല എന്നൊരു വലിയ ഏകാന്തത നിങ്ങളെ എപ്പോഴും അലട്ടുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മകയിരം നക്ഷത്രക്കാരെ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കണ്ണീരിനും നിങ്ങൾ നാളുകളായി സഹിച്ച എല്ലാ അപമാനങ്ങൾക്കും ഈ കാലം വലിയൊരു മറുപടി നൽകാൻ പോവുകയാണ്. ഈ 2026 എന്ന വർഷം നിങ്ങളെ പുച്ഛിച്ചവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ നിങ്ങൾക്ക് അവസരം നൽകും. നിങ്ങളുടെ കഴിവിനെയും നിങ്ങളുടെ സത്യസന്ധതയെയും ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു സമയം നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന മകയിരം നക്ഷത്രക്കാർക്ക് വളരെ വലിയ അംഗീകാരങ്ങൾ ഈ വർഷം ലഭിക്കും. നിങ്ങളുടെ ഉള്ളിലെ സർഗവാസനകൾ പുറത്തു കൊണ്ടുവരാൻ ഇതിലും അനുയോജ്യമായ മറ്റൊരു സമയമില്ല. എഴുത്തുകാർക്കും പാട്ടുകാർക്കും ചിത്രം വരയ്ക്കുന്നവർക്കുമെല്ലാം തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ പുതിയ അവസരങ്ങൾ തേടിയെത്തും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചൊരു വർഷമാണിത്. പഠനത്തിൽ മുൻപില്ലാത്ത വിധം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കാനും സാധിക്കും. സർക്കാർ ഉദ്യോഗം സ്വപ്നം കണ്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അതിൽ ഉന്നത വിജയം നേടി ആഗ്രഹിച്ച ജോലി സ്വന്തമാക്കാൻ ഈ വർഷം വലിയ യോഗമുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിക്കുകയും ബുദ്ധിശക്തി കൂടുതൽ ശോഭിക്കുകയും ചെയ്യുന്ന കാലമാണിത്. നിങ്ങൾ ഇതുവരെ നടന്നു തീർത്ത വഴികൾ ഒട്ടും എളുപ്പമായിരുന്നില്ല എന്നെനിക്കറിയാം. കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെയാണ് നിങ്ങൾ ഇത്രയും കാലം സഞ്ചരിച്ചത്. നിങ്ങളുടെ കാലുകൾ മുറിഞ്ഞ് രക്തം വന്നപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ കാണിച്ച് ചിരിച്ചു. ആ ചിരിക്കു പിന്നിലെ വലിയ വേദന കാണാൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് പോലും കഴിഞ്ഞില്ല. എന്നാൽ ഇനി ആ വേദനകൾക്കെല്ലാം ഒരു അവസാനമാണ്. നിങ്ങളുടെ മുറിവുകൾ പൂർണ്ണമായും ഉണങ്ങാൻ പോവുകയാണ്. വലിയൊരു വസന്തകാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. തൊഴിലിടങ്ങളിലും കുടുംബത്തിലും നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചവർക്ക് മുൻപിൽ നിങ്ങളൊരു വലിയ ശക്തിയായി ഉയർന്നു വരും. നിങ്ങൾ കാരണം ഒരുപാട് പേർക്ക് ജീവിതത്തിൽ വലിയ സഹായങ്ങൾ ലഭിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ വലിയ വില ലഭിക്കാൻ പോവുകയാണ്.
ഇന്നലെ വരെ നിങ്ങളെ ഒരു കാര്യവുമില്ലാതെ ഒഴിവാക്കിയവർ നാളെ നിങ്ങളുടെ ഉപദേശം തേടി നിങ്ങളുടെ മുന്നിൽ വരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈശ്വരനിൽ പൂർണ്ണമായി വിശ്വസിച്ച് വലിയ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആ നല്ല മനസ്സിന് ദൈവം തരുന്ന വലിയൊരു സമ്മാനമാണ് ഈ വരുന്ന നല്ല കാലം. അത് ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ നിങ്ങൾ മാനസികമായി തയ്യാറെടുക്കുക. പഴയ സങ്കടങ്ങളെല്ലാം മറക്കുക. നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾ തോൽക്കാൻ വേണ്ടി ജനിച്ചവരല്ല. വലിയ വിജയങ്ങൾ വെട്ടിപ്പിടിച്ച് മറ്റുള്ളവർക്കൊരു മാതൃകയാകാൻ വിധിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ നിങ്ങളുടെ വിജയഗാഥ തുടങ്ങുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷവും മാറ്റവും കൊണ്ടുവരട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ അറിവുകൾ തീർച്ചയായും പങ്കുവയ്ക്കുക. അവരുടെ ജീവിതത്തിലും ഇതൊരു വലിയ പ്രതീക്ഷയും ആശ്വാസവും നൽകാൻ കാരണമാകട്ടെ. നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് വലിയൊരു ഈശ്വര സേവ തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ എല്ലാവിധ തടസ്സങ്ങളും പൂർണ്ണമായും മാറി ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ വലിയ മാറ്റം വേഗത്തിൽ സംഭവിക്കാൻ വേണ്ടി മകയിരം നക്ഷത്രക്കാർക്കായി ഞാൻ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥനയും ഐശ്വര്യ പൂജയും സമർപ്പിക്കുന്നുണ്ട്. എൻ്റെ ആ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്താൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അതിനായി നിങ്ങളുടെ പേരും നക്ഷത്രവും ഇതിന് താഴെയായി കൃത്യമായി എഴുതി അറിയിക്കുക. തീർച്ചയായും ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതാണ്. ഈ ചാനലിനും എനിക്കും നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ പിന്തുണയ്ക്കും സ്നേഹത്തിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ വലിയൊരു നന്ദി പറയുന്നു. എപ്പോഴും ഈ വലിയ സ്നേഹം എൻ്റെ കൂടെ ഉണ്ടാകണം. ഏവർക്കും നന്മകൾ മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.